യിരെമ്യാവ് അധ്യായം 25. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ 1-ാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യെരുശലേം നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്നാൽ, ആമോന്റെ മകനായി യഹൂദ രാജാവായ യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായ്ച്ചതുമില്ല. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടു തിരുവീൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും. അന്യദേവന്മാരെ സേവിച്ചു നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയുമരുത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നവർ പറഞ്ഞു. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എൻ്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയച്ചു വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനെയും ഈ ദേശത്തിൻ്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും യിരെമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും. അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെക്കൊണ്ട് സേവ ചെയ്യിക്കും. ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു: ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെ ഒക്കെയും കുടിപ്പിക്ക. അവർ കുടിച്ചു ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും. അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു. ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യെരുശലേമിനെയും യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിസ്രയീം രാജാവായ ഫറവോനെയും അവൻ്റെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫെലിസ്ത്യ ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും എക്രോനെയും അസ്തോദിൽ ശേഷിപ്പുള്ളവരെയും ഏദോമിനെയും മോവാബിനെയും അമോന്യരെയും സോർ രാജാക്കന്മാരെയും സകല സീദോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനെയും തേമയെയും ബൂസിനെയും തലയുടെ അരികു വടിച്ചവരെയൊക്കെയും എല്ലാ അരാബ്യ രാജാക്കന്മാരെയും
മരുവാസികളായ സമ്മിശ്രജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിമ്രി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേദ്യരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നും ഇരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളെയും തന്നെ ശേഷക് രാജാവോ അവരുടെ ശേഷം കുടിക്കണം. നീ അവരോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദ്ദിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴുവീൻ. എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ലാഞ്ഞാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ കുടിച്ചേ മതിയാവൂ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകുകയില്ല. ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആകയാൽ നീ ഈ വചനങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ചു പറക. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു. അവൻ തൻ്റെ മേച്ചൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പു വിളിക്കുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ചു ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായിത്തീരും. ഇടയന്മാരെ, മുറയിട്ട് നിലവിളിപ്പീൻ. ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ, വെണ്ണീരിൽ കിടന്നുരുളുവീൻ. നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉടച്ചു കളയും. നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും. ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും. യഹോവ മേച്ചൽപ്പുറത്തെ പാഴാക്കി കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും. സമാധാനമുള്ള മേച്ചൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചു പോയിരിക്കുന്നു. അവൻ ഒരു ബാലസിംഹം എന്ന പോലെ തൻ്റെ മുറ്റുകാട് വിട്ടുവന്നിരിക്കുന്നു. പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവൻ്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. യിരെമ്യാവ് അധ്യായം 26. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കിൽ യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടാവിത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്ക. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം, പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും. എന്നാൽ നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും. യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും
സകല ജനവും അവനെ പിടിച്ചു. നീ മരിക്കണം നിശ്ചയം. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നതെന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ യിരെമ്യാവിന്റെ അടുക്കൽ വന്നുകൂടി. ഈ കാര്യം യഹൂദാ പ്രഭുക്കന്മാർ കേട്ടാറെ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറിച്ചെന്നു. യഹോവയുടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഇരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും, ഈ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്കിഷ്ടവും ന്യായവുമായി തോന്നുന്നത് പോലെ എന്നോട് ചെയ്തു കൊള്ളുവീൻ. എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്നറിഞ്ഞു കൊള്ളുവീൻ. നിങ്ങൾ കേൾക്കെ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു സത്യം. അപ്പോൾ പ്രഭുക്കന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും, ഈ മനുഷ്യൻ മരണയോഗ്യനല്ല, അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിന്റെ സർവ്വസംഘത്തോടും പറഞ്ഞത്, യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മോരഷ്ട്യനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു. സിയോനെ വയൽ പോലെ ഉഴുതു കളയും, യെരുശലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യഹൂദ രാജാവായ ഹിസ്കിയാവും സർവ്വ യഹൂദയും അവനെ കൊന്നുകളഞ്ഞുവോ? അവൻ യഹോവയെ ഭയപ്പെട്ടു, യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുതപിക്കുകയും ചെയ്തില്ലയോ? നാമോ നമ്മുടെ പ്രാണനു വലിയൊരനർത്ഥം വരുത്തുവാൻ പോകുന്നു. അങ്ങനെ തന്നെ കിര്യത്ത് യെയാരീമിൽ നിന്നുള്ള ശെമയ്യാവിന്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു. അവൻ യിരെമ്യാവിന്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു. യഹോയാക്കീം രാജാവ് അവന്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവന്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു. ഊരിയാവ് അത് കേട്ടു ഭയപ്പെട്ടു മിസ്രയീമിലേക്ക് ഓടിപ്പോയി. യഹോയാക്കീം രാജാവ് ചില ആളുകളെ അക്ബോറിന്റെ മകനായ എൽനാഥാനെയും അവനോടുകൂടെ മറ്റു ചിലരെയും മിസ്രയീമിലേക്ക് അയച്ചു. അവർ ഊരിയാവെ മിസ്രയീമിൽ നിന്ന് യഹോയാക്കീം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവനെ വാൾ കൊണ്ട് കൊന്നു. അവന്റെ ശവത്തെ സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു. എന്നാൽ യിരെമ്യാവെ ജനത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാന്റെ മകനായ അഹീക്കാം അവന് പിന്തുണയായിരുന്നു. യിരെമ്യാവ് അധ്യായം 27. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. പിന്നെ അവയെ യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീദോൻ രാജാവിനും കൊടുത്തയച്ചു. തങ്ങളുടെ യജമാനന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്,
ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവീൻ: ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെ ഒക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസരിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധിയാകുവോളം സേവിക്കും. അതിൻ്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ടും സേവ ചെയ്യിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനെ സേവിക്കുകയോ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവൻ്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളുടെ ദേശത്തു നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. എന്നാൽ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും. അവർ അതിൽ കൃഷി ചെയ്തു അവിടെ പാർക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അങ്ങനെ തന്നെ യഹൂദ രാജാവായ സിദെക്കീയാവോടും പ്രസ്താവിച്ചതെന്തെന്നാൽ, നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചു ജീവിച്ചു കൊള്ളുവീൻ. ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന്? നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. ഞാൻ അവരെ അയച്ചിട്ടില്ല, എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. അവർക്ക് ചെവി കൊടുക്കരുത്. ബാബേൽ രാജാവിനെ സേവിച്ചു ജീവിച്ചു കൊള്ളുവീൻ. ഈ നഗരം ശൂന്യമായി തീരുന്നതെന്തിന്? അവർ പ്രവാചകന്മാരാകുന്നു എങ്കിൽ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിൻ്റെ അരമനയിലും യെരുശലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് പക്ഷവാദം കഴിക്കട്ടെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദയിലും യെരുശലേമിലുമുള്ള സകല കുലീനന്മാരെയും യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷം ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അതെ, യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിൻ്റെ അരമനയിലും യെരുശലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ച് തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെയിരിക്കും. പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്.